നമസ്കാരം. വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയ്ക്ക് പോകുന്നു. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വ്രതമിരിക്കുന്നു, അതിനുശേഷം ശബരിമല ശാസ്താവിനെ ദർശിക്കുന്നു, തിരിച്ചു വരുമ്പോൾ പമ്പയിൽ അവരവരുടെ വസ്ത്രം ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ പമ്പാ സ്നാനം കഴിഞ്ഞ ശേഷം പമ്പാ നദിയിൽ അവരവർ ഉടുത്തിരുന്ന വസ്ത്രം ഉപേക്ഷിക്കുക. ഈ വസ്ത്രങ്ങളിലാണോ നമ്മുടെ കർമ്മദോഷങ്ങൾ ഇല്ലെങ്കിൽ ഗുണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ വസ്ത്രങ്ങളിൽ ദോഷം പറ്റിപ്പിടിക്കുന്നു, ആ വസ്ത്രം കളഞ്ഞാൽ ദോഷം പോകുമെങ്കിൽ എത്ര നന്നായേനെ. നമ്മൾ ഈ പരിസരമെല്ലാം മലിനമാക്കി, പമ്പാ നദിയെ മലിനമാക്കി അയ്യപ്പനെ തൊഴുത് വന്നാൽ പുണ്യം ലഭിക്കുമോ എന്നുള്ളത് ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ പോലും ഇന്ന് ജെൻസിയാണ് വളരെ വ്യക്തമായിട്ട് ആൻസർ നമുക്ക് ലഭിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു, അവിടെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു, സ്നാനത്തിന് ശേഷം നദിയിലാണെങ്കിൽ നദിയിൽ, കടലിലാണെങ്കിൽ കടലിൽ കുളിച്ച ശേഷം അവിടെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജ് ദയവ് ചെയ്ത് ഏവരിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ പ്രായശ്ചിത്താദി പരിഹാരങ്ങളൊന്നും ആവശ്യമില്ല, നിത്യം നാമജപങ്ങൾ ആവശ്യമില്ല. ആ വസ്ത്രം അങ്ങ് സ്നാനത്തിന് ശേഷം അങ്ങ് ഊരിക്കളഞ്ഞാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ അതിൽ ഒഴുക്കിയാൽ മതിയല്ലോ എന്നുള്ള ഒരു എളുപ്പ വഴി മനുഷ്യന് ശീലിക്കാമായിരുന്നു. ഇന്നത് അങ്ങനെ പറഞ്ഞ് ഒരു സംശയം ജനിച്ചാൽ പോലും ഒരു സെന്റിമെന്റ് എന്ന നിലയ്ക്ക് തന്നെ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈ സെന്റിമെന്റ് എന്നുള്ളത് ഇന്നതൊരു ആചാരമായി തന്നെ തുടരുകയാണ്. സ്നാനം ചെയ്ത ശേഷം അതങ്ങ് ഉപേക്ഷിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ ശനി ദോഷം പോകും ഇന്ന്. കാരണം ശനി എന്ന് കേട്ടാൽ തന്നെ ഭയമാണ്. അതുകൊണ്ട് അത് പോട്ടെ, ഒരു വസ്ത്രമല്ലേ ഉള്ളൂ. രാമേശ്വരത്ത് പോയി നോക്കുക. രാമേശ്വരത്ത് ഭക്തജനങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരികയാണ്. ത്രൂ ഔട്ട് ദ ഇയർ ആണ്, എല്ലാ മാസങ്ങളിലും അവിടെ തിരക്കാണ്. അവിടെ സമുദ്രത്തിൽ സ്നാനം ചെയ്ത ശേഷം ആ വസ്ത്രം അവിടെ ഉപേക്ഷിക്കുകയാണ്. നോർത്ത് ഇന്ത്യക്കാരും ഈ പരിപാടി ചെയ്യുകയാണ്. അവിടെ ചോദിക്കുവാൻ ഇടയായി, ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചു, അവർ ഈ ടെൻഡർ കൊടുത്ത് അത് പെറുക്കുവാനായിട്ട് ആളെ വെച്ചിട്ടുണ്ട്. ആ ആള് മൊത്തം അവിടെ ക്ലീൻ ചെയ്ത് ഈ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കഴുകി ഉണക്കി തേച്ച് വീണ്ടും വിൽക്കുകയാണ്. 100 രൂപ 100 രൂപ 100 രൂപ. നോക്കണം നമ്മുടെ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു, ഏത് ദിശയിലേക്ക് പോവുകയാണെന്നുള്ളത്. ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. കാരണം ഇത് ഒരാൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഒരാൾ മാത്രം ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയല്ല. ഇത് ആയിരക്കണക്കിന് ഭക്തർ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഒരുപക്ഷെ അവർ അറിയാതെ തന്നെ ചെയ്തു പോരുന്നതാണ്. കാരണം ഒരു ഗുരുസ്വാമി കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ഈ വസ്ത്രം ഉപേക്ഷിക്കൂ, ചെരുപ്പ് ഉപേക്ഷിക്കൂ എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ. ദയവ് ചെയ്ത് നാമജപമല്ലാതെ യജുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങൾ നിത്യവും അനുഷ്ഠിക്കാതെ ദോഷം പോകുന്നതല്ല. ഈ പഞ്ചമഹായജ്ഞം അതിനെക്കുറിച്ച് അറിയാത്തവർ ദയവ് ചെയ്ത് ഉടനെ ചിന്തിക്കരുത്, ഹോമം കഴിച്ചാലേ ദോഷം പോകുകയുള്ളൂ. ഇല്ല, അവിടെ സത്പ്രവൃത്തിയുണ്ട്, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞമൊക്കെ ഉണ്ട്. വലിയവരെയൊക്കെ നമുക്ക് ശുശ്രൂഷിക്കണം, വൃദ്ധജനങ്ങളെ പരിപാലിക്കണം എന്നിങ്ങനെ കുറേ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഏവരും ഓർക്കുക, നമ്മുടെ ദോഷം പോകണമെങ്കിൽ ഒരു വഴിയേയുള്ളൂ, നിത്യവും പഞ്ചമഹായജ്ഞം സാധിക്കുന്ന രീതിയിൽ അനുഷ്ഠിക്കുക എന്നുള്ളത്. ഈ മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.